രണ്ട് അതിഥികൾ കൂടി എന്ന് വെച്ചാൽ അതിഥികളെന്ന് നമ്മൾ അവരെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മളുടെ ഈ ഉദ്യമത്തിന്റെ ഭാഗമായുള്ള ആളുകൾ തന്നെയാണ്. നമ്മളൊരു അൾട്ടിമേറ്റ് വാറില്ല. അതെ അതെ. അഭിലാഷ് പിള്ള എല്ലാവർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്ന് അദ്ദേഹത്തെ അറിയാം. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങുന്ന ഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. സിനിമ ഇത്തരം ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു വിഭാഗം, അതല്ല സിനിമയല്ല ലഹരി, സിനിമയല്ല ഈ സിനിമയിലെ നന്മയല്ലേ കാണേണ്ടത് എന്ന് വേറൊരു വിഭാഗം. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഈ ലഹരിയും കല എന്നത് അടിസ്ഥാനപരമായി സമൂഹത്തെ സ്വാധീനിക്കുന്നതാണല്ലോ. അപ്പോ ചലച്ചിത്ര മേഖലയ്ക്ക് എന്താണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? എല്ലാ മേഖലയും പോലെ ചലച്ചിത്ര മേഖല എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ പഴി കേട്ടൊരു സംഭവമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സിനിമ ഒരു പരിധിവരെ കുട്ടികളെ അതിലേക്ക് അഡിക്ഷൻ, ഇപ്പൊ നമ്മളൊരു സിനിമയിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുത്താൽ കുട്ടികൾ ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. കഴിവത് എന്റെ സിനിമകൾ ഞാൻ കഴിവത് ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറില്ല. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെന്ന് തോന്നുന്നവരെ ഞാൻ എന്റെ സിനിമകളിൽ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാറില്ല. അത് ആരാണെങ്കിലും, അത് ടെക്നീഷ്യൻ സൈഡായാലും ആർട്ടിസ്റ്റ് സൈഡായാലും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇതൊക്കെ ഒരുപാട് അന്വേഷണവും കാര്യവും വരുന്നതുകൊണ്ട് സിനിമാ മേഖല വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഈ സെറ്റുകളിലെ പരിശോധന നടത്താൻ പണ്ടൊരു തീരുമാനമെടുത്തപ്പോൾ ചലച്ചിത്ര സംഘടനകൾ അതിനെ എതിർത്തതാണ്. ഫെഫ് കൈയും ഒക്കെ അന്നതിനെ എതിർത്തതാണ്, സെറ്റിൽ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവരുടെ പെർമിഷൻ ആവശ്യമില്ല. അല്ല, തീർച്ചയായിട്ടും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു സെറ്റിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നാൽ അതൊരു വലിയ വാർത്തയല്ലാതെ സിനിമയെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ ഒരിക്കലും സിനിമാക്കാർക്കെതിരെ വലിയ രീതിയിൽ അതൊരു ക്യാമ്പയിനിങ് ആയിട്ട് മാറിയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. ആ സമയത്താണ് അതിനെ എതിർത്തിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു നിയമം അങ്ങനെ ആരും തടയണമെന്നും പറ്റില്ല, ആർക്കും എവിടെയെങ്കിലും തടയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു പേടി ഈ സിനിമാ മേഖല ഇത് ഉപയോഗിക്കുന്നവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റുകളിൽ ഇത് അധികം ഇപ്പൊ ഇല്ലെന്ന് തന്നെയാണ് എന്റെ കണക്കൂട്ടല്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സംഭവം എന്താ അറിയാമോ? അതായത് ഇപ്പൊ MDMA അല്ലെങ്കിൽ കൊക്കൈനോ ബ്രൗൺ ഷുഗറോ ആയിട്ട് ഒരാളിപ്പോ ലൊക്കേഷനിലുണ്ടെങ്കിൽ അവിടെ എക്സൈസോ പോലീസോ റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ ഈ സിനിമയുടെ കരിയറിനെ മൊത്തം അത് ബാധിക്കും. കാര്യം ഒരാൾ ചെയ്യുന്ന അപകടമായിരിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ കഴിവതും അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇത് അറിയാൻ പറ്റും, ഇന്ന ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ചില വിവരങ്ങൾ പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളവരെ അവോയ്ഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, മാറ്റിയെടുത്താന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് 10 സിനിമ കിട്ടാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ തിരിച്ചറിയും ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സിനിമ കിട്ടാത്തതെന്നുള്ളത്. അപ്പോൾ അവർ തിരുത്താൻ സാധ്യതയില്ല. തിരുത്തി വരുവാണെങ്കിൽ നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ നമുക്കൊരു പേടിയുണ്ട്. കാരണം ഡെയിലി ഇപ്പം നമുക്ക് കേൾക്കുന്ന മിഠായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്നതാണ്. ഇപ്പൊ ഒരു വെറുതെ സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ നമ്മൾ വായിക്കുന്ന 10 വാർത്തകൾ ഒരു 3 വാർത്ത ഉറപ്പായിട്ട് ലഹരി. അത് ഇപ്പം അടുത്ത സമയത്ത് ഒരു വാർത്തയുടെ അമ്മയും മകൻ വെട്ടിന്നുള്ളത്. ഇതൊക്കെ എങ്ങനെ ഒരു 10 കൊല്ലം മുന്നേ നമ്മൾ ഇതൊന്നും നമുക്ക് അതുകൊണ്ട് അത് നമുക്ക് ഇതൊന്നും ഒരു 10 വർഷം മുന്നേ നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത വാർത്തകളാണ്. ഇത് ഇന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെതിരെ എന്ത് ചെയ്താലും ഇത് നിർത്താൻ പറ്റുന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബോധവൽക്കരണം നടത്താം. പക്ഷെ ഇത് എങ്ങനെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ കംപ്ലീറ്റ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉത്തരം ഇന്നും എനിക്കറിയില്ല. എത്രത്തോളം അത് പ്രാവർത്തികമായി വന്നു. ഒരു വലിയ മാസിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് സിനിമ. അപ്പൊ സിനിമയിലൂടെ സമാനമായ രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ നൽകേണ്ടതാണെന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിനിമ മാളികപ്പുറമാണ്. അത് കണ്ടവർക്കറിയാം. അപ്പൊ കുട്ടികളെ നമ്മൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കും. ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ ഭക്തിയോ കാര്യങ്ങളോ ഒന്നും മാറി. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്ത ആളാണ് ഞാൻ. അതിന്റെ പേര് ഒരുപാട് പഴി കേട്ട ആളുമാണ് ഞാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആസ് എ റൈറ്റർ എനിക്ക് ചെയ്യാൻ പറ്റും ഇതിനെ ബോധവൽക്കരിക്കുന്ന സിനിമകളിലൂടെ ഇതിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് അതിനുവേണ്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സിനിമയിലെ ചില കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയിക്കാൻ പറ്റും. അത് ഇപ്പൊ അങ്ങനെ സിനിമ പറഞ്ഞുകൊണ്ട് ഇത് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഒരിക്കലും ഒരു സിനിമ ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളവരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിന്റെ ആഫ്റ്റർ എഫക്ട്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം നമ്മൾ പേടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ലൈവ് പോകുമ്പോൾ തന്നെ ഒരു 5 വാർത്ത കാണും 24-ന്റെ സ്ക്രോളിംഗിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പോകുന്നത്. അപ്പൊ അതിനെതിരെ എനിക്ക് തോന്നുന്നു സാറൊക്കെ എടുക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് ഞങ്ങളിത് വായിച്ച് അവസാനം ഗതി മുട്ടിയപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അത് തന്നെ ആ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് വായിക്കാനോ പ്രേക്ഷകരോട് പറയാനോ പറ്റാത്ത തരത്തിൽ വാർത്ത വായിക്കുന്ന ആളുടെ വായിക്ക് കുത്തിപ്പിടിക്കേണ്ട അവസ്ഥയായി ചില വാർത്ത വായിക്കായിരിക്കും. ഈ ഇടയ്ക്ക് ആഷ്മിയുടെ വായിക്ക് കുത്തിപ്പിടിച്ചാണ്. അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെയൊക്കെ വീട്ടിലെ അമ്മയൊക്കെ TV കണ്ടിട്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനാണ്. ഇപ്പൊ സിനിമാ മേഖലയിലെ വാർത്തയെപ്പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയുടെ ടെൻഷൻ ഉണ്ട്, നാളെ നമ്മളും ഇങ്ങനെ പോകുമെന്നുള്ളത്. അപ്പൊ അവരുടെ ഒരു ടെൻഷനെ പോലും നമുക്ക് മറികടക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ചുറ്റും നിൽക്കുന്ന ഒരു 5 പേരാണെങ്കിൽ 5 പേരെ എനിക്ക് തിരുത്താൻ പറ്റണം. അതായത് എനിക്കൊരു മാസ് ആളുകളെ തിരുത്താൻ ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല. അത്രയും ചെയ്ത് തന്നെ വലിയ കാര്യമോ? ഓക്കെ, താങ്ക് യു അഭിലാഷ് പിള്ള, താങ്ക് യു. അതെ, ഉറപ്പായും. അതെ, സിനിമാ മേഖലയിൽ ഇത്തരം ആളുകളെ ഒഴിവാക്കി നിർത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതേ ചെയ്യാൻ പറ്റൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നടക്കുന്ന കാര്യമില്ല. അപ്പം നമുക്ക് പറ്റുന്നത് അവരെ മാറ്റി നിർത്തുക.